പിന്നെ ഇത് മസാല ബോക്സാണ്. ഇതൊക്കെ അവിടെ കിട്ടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ കിട്ടുമായിരിക്കും. ബട്ട് എല്ലാവരും പറയുന്നത് വെച്ചാൽ ഇങ്ങനെയുള്ള നമ്മൾ ഇന്ത്യയിൽ കിട്ടുന്ന കുറച്ച് സാധനങ്ങൾ അത് കുറച്ച് പാടായിരിക്കും. അപ്പം ഇങ്ങനത്തെ ഒക്കെ നമുക്ക് എക്സാക്ട്ലി നമ്മൾ ഇങ്ങനത്തെ ഒക്കെ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് തപ്പേണ്ടി വരും. പക്ഷേ ഇതിനൊക്കെ നല്ലതും അവിടെ കിട്ടും കേട്ടോ. എനിക്ക് ഇങ്ങനത്തെ ടൈപ്പ് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ചേച്ചി എനിക്കിത് കൊണ്ടു തന്നു. ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ള അടുപ്പാണ്. ഇതിനൊരൊറ്റ സ്പൂണേ ഉള്ളൂ. അതാണ് എനിക്ക് വലിയ വിഷമം തോന്നിയത്. ഇത്രയും വലിയ ബോക്സ്, ഇത് അത്യാവശ്യം വലിയ ബോക്സാണ് കേട്ടോ. അല്ല ഒരു 150 ഗ്രാംസ് ഒക്കെ 150യുടെ അടുത്ത് പോകും മസാലയൊക്കെ. അപ്പോൾ അങ്ങനെ 2, 4, 6, 7 എണ്ണം ഉണ്ട്. ഓക്കെ, പ്ലസ് ഒരു എന്താ പറയുക, ടേബിൾ സ്പൂൺ ആണോ ടീസ്പൂൺ ആണോ എനിക്കറിയില്ല. ഇത് 1 ടേബിൾ സ്പൂൺ ആണ്. അപ്പം ഈ ഒരു ഇത് മാത്രമേ ഉള്ളൂ. ഇതേ സെയിം കളറാണ്. എല്ലാത്തിനും കൊടുക്കണമായിരുന്നു. എല്ലാത്തിനും വെക്കാനുള്ള സ്പേസ് ഒക്കെ ഉണ്ട്. ബട്ട് അവർ കൊടുത്തില്ല. അത് ഭയങ്കര ഡിസപ്പോയിൻറ്റിങ് ആയിപ്പോയി. ഓക്കെ, സോ അപ്പം മസാല ബോക്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ പെട്ടെന്ന് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മസാല ബോക്സിലോട്ട് എല്ലാം മാറ്റാൻ പറ്റും. ഞാൻ മസാലാസ് ഒക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് കുറച്ച് ഇട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ബാക്കി സീൽ ചെയ്ത് വെക്കാം. ഓക്കെ, അപ്പം അങ്ങനെ പെട്ടെന്ന് പോയിട്ട് എല്ലാത്തിനും കണ്ടെയ്നേഴ്സ് വാങ്ങിച്ചിട്ട് വരാനുള്ള സമയമില്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു മസാല ബോക്സ് ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. ഓക്കെ, സോ ഇത് നമ്മുടെ ചെക്കിങ്ങിലോട്ട് പോകും. തൽക്കാലത്തേക്ക് ഡിമാർട്ടിലൊന്നും എനിക്കിപ്പോൾ കാണാൻ വയ്യ. ഇനി നമുക്ക് ചേച്ചി വാങ്ങിച്ചു തന്നതിന് 2 സാധനങ്ങളും കൂടെ ഉണ്ടായിരുന്നു. അത് ഞാൻ ഇൻക്ലൂഡ് ചെയ്യാം ഇതിൽ. അപ്പോൾ ഇത് പെർഫ്യൂമാണ്. ഭയങ്കര ഇഷ്ടപ്പെട്ട ഫേവറേറ്റ് ആയിട്ട് ഉള്ളൊരു, എൻ്റെ ലൈഫിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പെർഫ്യൂം ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറയുന്ന പേര് ഇതായിരിക്കും. കണ്ടോ, സ്റ്റുഡിയോ വെസ്റ്റിൻ്റെ ഫ്ലോറൽ ആപ്പിൾ പെയർ, മാൻഡറിൻ, വൈൽഡ് ബെറീസ്, ജാസ്മിൻ, പീച്ച്, വാട്ടർ ലില്ലി, കോക്കനട്ട്, മസ്ക്, സാൻഡൽവുഡ്. ഓടെ പെർഫ്യൂമാണ്. EDP ആണ്. ലോങ് ലാസ്റ്റിംഗ് ആയിരിക്കും. സോ ഭയങ്കര നല്ലൊരു മണമാണ്. എന്താ വന്നിട്ട് 100 ml ആണ്. 100 ml എന്ന് പറയുമ്പോഴത്തേക്ക് ഇതിന് 575 rupees ആണ്. ഓക്കെ, കണ്ടോ, നമ്മളിപ്പോൾ രാവിലെ സ്പ്രേ ചെയ്തിട്ട് പോകാമെന്ന് വിചാരിക്കും. നമ്മൾ പോയി കഴിഞ്ഞ് തിരിച്ചു വന്നാലും ഈ മണം അവിടെ തന്നെ ഉണ്ടാവും. പിന്നെയും പുറത്തേക്ക് പോയിട്ട് തിരിച്ചു വന്നാലും ഈ മണം ഇവിടെ തന്നെ ഉണ്ടാവും. പിന്നെ ഇത് സ്റ്റുഡിയോ വെസ്റ്റിൻ്റെ 002 വുമൻ. ഇതും EDP ആണ്. ഇത് ചെറുതാണ്. ഇതിൻ്റെ ബോട്ടിൽ തന്നെ നല്ല ക്യൂട്ടാണ്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. നല്ല യെല്ലോ കളർ ബോക്സിൽ, യെല്ലോ കളർ ബോട്ടിൽ, നല്ല വൈറ്റ് ട്രാൻസ്പെറൻറ്റ് ലിഡിൽ വരുന്നൊരു പെർഫ്യൂം. ഓക്കെ, ഇതും നല്ല മൈൽഡ് ആയിട്ടുള്ള സ്മെല്ലാണ്. ഇത് രണ്ടും മൈൽഡ് ആയിട്ടുള്ള പെർഫ്യൂം മാത്രം ഇഷ്ടപ്പെടുന്നവർക്ക് അങ്ങനെ. എനിക്ക് ഫുഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വീക്ക്നെസ് എന്ന് പറയുന്നത് സ്മെല്ല് തന്നെയാണ്. നല്ല സ്മെല്ലായിട്ട് എപ്പോഴും നല്ല സ്മെല്ലായിരിക്കണം. ഞാൻ ഫ്രഷ് ആയിട്ട് ഇരിക്കണമെന്ന് എനിക്ക് നിർബന്ധമുള്ള കാര്യമാണ്. ഭയങ്കര നിർബന്ധമുള്ള കാര്യമാണ്. സോ അങ്ങനെ. അപ്പോൾ ഇതും നിങ്ങൾക്ക് പെർഫ്യൂം വേണമെന്നുണ്ടെങ്കിൽ എടുത്ത് വയ്ക്കും. പക്ഷേ 100 ml മേലേക്ക് ആണെന്നുണ്ടെങ്കിൽ എടുത്ത് വയ്ക്കേണ്ട. 100 ml അല്ലെങ്കിൽ 100 ml താഴെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ക്യാബിൻ ലഗേജിൽ കൊണ്ടുപോകാം. ഇത് ഞാൻ എന്തായാലും ചെക്കിലാണ് വെക്കാൻ പോകുന്നത്. ചിലപ്പോൾ ഈ ഒരു പെർഫ്യൂം ഞാൻ എൻ്റെ കൂടെ എടുക്കും. ഓക്കെ, ലൂഫാണ് കേട്ടോ. എനിക്ക് 2 കളറും ഇഷ്ടപ്പെട്ടു. ഒന്ന് ചെറുതും ഒന്ന് വലുതാണ്. എന്തിനാ എടുത്തെന്ന് അറിയില്ല രണ്ടെണ്ണമൊക്കെ. ബട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. വെച്ചിട്ട് വരാൻ തോന്നിയില്ല. കണ്ടപ്പോൾ തന്നെ എടുത്തു. ഞാൻ ചെന്നൈയിൽ ടി നഗറിലൊരു ഷോപ്പിംഗ് സ്ട്രീറ്റ്, ഇതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി ഇതിന് മുമ്പേ പോസ്റ്റ് ചെയ്യുമോ ഇല്ലെന്നുള്ളത് എനിക്കറിയില്ല. ഓൾറെഡി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം അതിൽ ഞാൻ കാണിക്കാൻ വിട്ടുപോയതാണ് ഇവിടെ കാണിക്കുന്നത്. പോയി വാങ്ങിച്ചതാണ് ചെന്നൈയിൽ ടി നഗറിലുള്ള പാണ്ഡ്യൻ സ്റ്റോഴ്സ്. അവിടെ കുറേ ആക്സസറി, നല്ല ഒരു ഷോറൂമാണത്. എല്ലാം കിട്ടും നമുക്ക്. അന്ന് കുറേ സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ വാങ്ങിച്ചതാണ്. അതന്ന് ഞാൻ കാണിക്കാൻ വിട്ടുപോയി. അതുകൊണ്ടാണ് ഇതിൽ കാണിക്കുന്നത്. എൻ്റെ പ്രൈസൊന്നും ഇല്ല കേട്ടോ. നമ്മൾ ചെക്കിങ്ങിലോട്ട് പോകും. 2 സോക്സാണ്. കുറച്ച് എന്താ പറയുക, നമുക്ക് ഉറങ്ങുമ്പോഴൊക്കെ യൂസ് ചെയ്യാം. പുറത്ത് പോകുമ്പോഴും യൂസ് ചെയ്യുന്നതിന് പ്രശ്നമൊന്നുമില്ല. പ്ലെയിൻ ആയിട്ടുള്ളതാണ്. നമുക്ക് കുറച്ച് നല്ല പോമായിട്ടിരിക്കുന്ന 2 സോക്സാണ്. ഇതെനിക്ക് ചേച്ചി തന്നാണ്. ഇത് റേറ്റ് ഒന്നും എനിക്കറിയില്ല. എനിക്ക് ചേച്ചി തന്നാണ്. അപ്പോൾ അതും ഞാൻ എടുക്കുകയാണ്. ചിലപ്പോൾ ഒരെണ്ണം ഇതിനകത്ത് എടുത്തിട്ട് ക്യാബിൻ ലഗേജിൽ വയ്ക്കും. ആലോചിക്കട്ടെ എന്തായാലും ചെക്കിന്ന് പറഞ്ഞ് മാറ്റി വയ്ക്കുകയാണ്. ഞാൻ ഈ 2 ബോട്ടിലാണ്. ഇത് ഞാൻ എന്താ പറയുക, ഇത് സ്റ്റീലിൻ്റെ ബോട്ടിലാണ്. 500 ml ആണ്. അപ്പോൾ ചിലപ്പോൾ ഞാൻ ഇതായിരിക്കും ക്യാബിൻ ലഗേജ് എന്ന് വെച്ചാൽ ലേഡീസ് നമുക്ക് പേഴ്സ് എടുക്കാം. പേഴ്സിന് അവർ ഉദ്ദേശിക്കുന്നത് ഹാൻഡ് ബാഗാണ് കേട്ടോ. ഹാൻഡ് ഹെൽഡ് ഷോൾഡർ ബാഗ് അങ്ങനെയൊക്കെ. ഷോൾഡർ ബാഗ് എന്ന് വെച്ചാൽ 1 ഷോൾഡർ, പിന്നെ സ്ലിംഗ് ബാഗ്, ഇത് എന്ത് വേണമെങ്കിലും നമുക്ക് എടുക്കാം. ബോയ്സിന് അത് എടുക്കാൻ പറ്റില്ല എന്ന് തോന്നുന്നു. ഞാൻ കേട്ടിട്ടുണ്ട്. എന്തായാലും എൻ്റെ എമിറേറ്റ്സ് ആണ്. അപ്പോൾ എമിറേറ്റ്സിൽ അത് എടുക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ഹാൻഡ് ബാഗിൽ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ 500 ml വെക്കാമെന്ന് വിചാരിക്കുന്നത്. വെള്ളം നമുക്ക് ഫ്ലൈറ്റിലും കിട്ടും.
എയർപോർട്ടിലും കിട്ടും. അപ്പോൾ ജസ്റ്റ് ഫില്ല് ചെയ്ത് ഞാൻ ബോട്ടിൽ മാത്രമേ കൊണ്ടുപോകൂ, എന്നിട്ട് അതിനകത്ത് അവിടെ നിന്ന് ഫില്ല് ചെയ്താൽ മതിയല്ലോ അങ്ങനെ. സോ ഇത് ഫ്ലാസ്ക് ആണ്, ഇത് ഞാൻ എടുക്കുന്നുണ്ട്. വേറെ ഇതൊക്കെ അവിടെ കിട്ടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ കിട്ടുമായിരിക്കും. നമ്മൾ പോയ ഉടനെ ഇങ്ങനെ അലഞ്ഞ് തിരിഞ്ഞ് നടക്കണ്ടല്ലോ. നമുക്ക് കുറേ സാധനം നമ്മളെ വീട്ടിൽ അപ്പോൾ പോകുമ്പോൾ തന്നെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് പോയി അതും ഇതൊക്കെ വാങ്ങിക്കണ്ടേ. എന്തായാലും കുറച്ച് സാധനങ്ങൾ ക്ലീനിങ് സപ്ലൈസ് ഒക്കെ വാങ്ങിക്കണം. കുറച്ച് സാധനങ്ങൾക്ക് നമുക്ക് ഇവിടുന്ന് കൊണ്ടുപോകാൻ പറ്റുകയാണെങ്കിൽ നല്ലതായിരിക്കും. സ്പേസ് ഉണ്ടെങ്കിൽ കൊണ്ടുപോകാം. ഓക്കെ, ഇത് എക്സോയുടെ 2 സ്റ്റീൽ സ്ക്രബ്ബറാണ്, 2 സ്റ്റീൽ സ്ക്രബ്ബേഴ്സ്. ഇതിൻ്റെ റേറ്റ് പിന്നെ ഈ ഒരു ഫോയിലാണ്, അലുമിനിയം ഫോയിലാണ്. നമുക്ക് ലഞ്ചോ അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റോ എന്തെങ്കിലും പൊതിഞ്ഞ് കൊണ്ടുപോകണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് യൂസ്ഫുൾ ആയിരിക്കും. ഞാൻ ക്ലീൻ ഫിലിം വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു വേണ്ട, അത് അവിടെ നിന്ന് വാങ്ങിക്കുക, ഏതെങ്കിലും ഒന്ന് മതി എന്ന് വിചാരിച്ചു. പിന്നെ റാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വലിയ ക്ലീൻ ഫിലിം വാങ്ങിച്ചിട്ടുണ്ട്. ഓക്കെ, അത് ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് കാണിച്ചു തരാം കേട്ടോ. ഞാൻ ഈ കൂട്ടത്തിൽ എടുത്ത് വെച്ചില്ല, ഞാനിപ്പോൾ ഇത് കാണിച്ചപ്പോൾ എനിക്ക് ഓർമ്മ വന്നു, അപ്പോൾ ഞാൻ അതുകൂടെ കാണിച്ചു തരാം നിങ്ങൾക്ക്. അത് വളരെ യൂസ്ഫുൾ ആണ്. പിന്നെ നമ്മൾ ഇത്രയും കാശ് കൊടുത്ത് വാങ്ങുന്ന ട്രോളി അവർ നല്ലതായിട്ട് നല്ല രീതിയിൽ ഉരച്ച് അപ്പുറത്തിട്ടു ഇപ്പുറത്തിട്ടു ഒരുപാട് നമ്മളെ ട്രോളിയൊക്കെ അവിടെ ഇവിടെയൊക്കെ പറഞ്ഞ് ഒരു വകയാവും. എന്തായാലും അവർ അങ്ങോട്ടും ഇങ്ങോട്ടും എറിയുമ്പോൾ സ്ക്രാച്ച് വീഴും. എത്ര സ്ക്രാച്ച് പ്രൂഫ് ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ വലിയ കാശ് കൊടുത്ത് വാങ്ങിച്ചിട്ട് ട്രോളി കാണുമ്പോൾ നമുക്ക് വിഷമായിരിക്കും. അപ്പോൾ എപ്പോഴും പുറത്ത് എല്ലാ പണിയും കഴിഞ്ഞ് കഴിഞ്ഞാൽ പാക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലോക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ റാപ്പർ വെച്ചിട്ട് ക്ലീൻ ഫിലിം വെച്ചൊന്ന് റാപ്പ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി വീഡിയോ എടുക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇത് തന്നെ 5 days മുമ്പേ എടുക്കുന്നതാണ്. എനിക്ക് പെട്ടെന്ന് ഇത് തീർത്തിട്ട് വേണം ഇതെല്ലാം കൂടെ പെട്ടിക്കകത്തോട്ട് മാറ്റാൻ വേണ്ടി. ഓക്കെ, അപ്പോൾ ഇത്രയുള്ള അത് ചെക്കിങ്ങിലോട്ട് പോകും. ഞാൻ വീട്ടിനടുത്തുനിന്ന് വാങ്ങിച്ചത് ഈ 2 നൈഫാണ് കേട്ടോ. ഇത് പോളിഗാർഡിൻ്റെ ആണ്. നിങ്ങൾ കുറേ കേട്ട് പരിചയമുള്ള ഒരു ബ്രാൻഡായിരിക്കും പോളിഗാർഡിൻ്റെ നൈഫ് ഞാൻ എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യുന്നു. ഇത് അടിപൊളി നൈഫാണ്. ഇതിൻ്റെ തന്നെ വലിയ പീസ് ഈ ഒരു നൈഫ് വാങ്ങിക്കാനാണ് വിചാരിച്ചത്. പക്ഷെ അവർ പറഞ്ഞു ഇതും അതേപോലെ തന്നെയാണ് ഇപ്പോൾ വരുന്നത്, ഇതാണ് നിങ്ങൾ എന്തായാലും യൂസ് ചെയ്യുന്നവർക്ക് ഇത് അതേപോലെ തന്നെ ഉണ്ടാവും. കാരണം കാണാൻ ഇതേപോലെ തന്നെയാണ് പോളിഗാർഡിൻ്റെ ഈ കത്തി ഇതേപോലെ തന്നെയാണ് കാണാൻ. അപ്പോൾ അവർ പറഞ്ഞു കാണാനുള്ള പോലെ തന്നെയാണ് സെയിം. അതിൻ്റെ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, നല്ല ഷാർപ്പായിട്ടിരിക്കും, നല്ലതാണ്. ഈ തേങ്ങ ഒക്കെ നമുക്ക് എടുക്കാനൊക്കെ എളുപ്പമാണ് ഇങ്ങനൊരു കേർവ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 120 രൂപയാണ് കേട്ടോ. 120 രൂപ, 70 റുപ്പീസാണ് കേട്ടോ. ഇത് രണ്ടെണ്ണം ഒരിക്കലും ക്യാബിൻ ലഗേജിൽ വെക്കരുത്, അകത്തേക്ക് കൊണ്ടുവന്നതിനകത്ത് വെക്കരുത്, ചെക്കിങ്ങിലേക്ക് പോകണം. ഓക്കെ, സോ അടുത്തത് ഈ ഒരു കുക്കറിൽ വെക്കുന്നതാണ് കേട്ടോ. അതായത് പാനിയും ഒക്കെ എടുത്തിട്ട് പോകണ്ടേ. നമ്മൾ കുക്കർ ഉണ്ടെങ്കിൽ കുക്കറിന് മേളിൽ തന്നെ വെക്കാം. ഇതിൻ്റെ ബാക്ക് സൈഡ് കണ്ടോ, ഇവിടെ ഒരു ഹോള്. ഇത് കുക്കറിൻ്റെ അവർ പ്രഷർ വെക്കുന്ന വെയിറ്റ് വെക്കുന്ന സ്ഥലത്തോട്ട് വെച്ച് കഴിഞ്ഞാൽ ആവിയിലേക്ക് കയറി നമുക്ക് പുട്ട് റെഡിയാവും. ഓക്കെ, അല്ലാതെ ഇതിന് പാനിയൊക്കെ എടുത്തിട്ട് പോകുമ്പോൾ അതിന് പ്രത്യേകം സ്പേസ് വേണം. സോ എപ്പോഴും ഇങ്ങനെ പോകുന്ന സമയത്ത് നിങ്ങൾ ഇങ്ങനെ ചെയ്യുക, ഇങ്ങനത്തത് വാങ്ങിക്കാൻ നോക്കുക. ചിരട്ടപ്പുട്ടിൻ്റെ ഇതുണ്ടല്ലോ, അത് മേളിൽ വെക്കുന്നത്, കുക്കറിൻ്റെ മേളിൽ വെക്കുന്നത്, ആ ടൈപ്പും ഉണ്ട്. പക്ഷെ അതൊരൊറ്റ പുട്ടയിൽ ഉണ്ടാക്കാൻ പറ്റും. അഥവാ നമുക്ക് ഒന്നും കൂടെ വേണമെന്നുണ്ടെങ്കിൽ എന്ന് വെച്ചിട്ടാണ്. ഇതിൻ്റെ നെറ്റ്, ഇതിൻ്റെ അരിപ്പാനോ എന്താണെന്ന് പറയാൻ എനിക്കറിയില്ല. അതിൻ്റെ ഹാൻഡിൽ, സ്ക്രൂ സംഭവങ്ങളെല്ലാം ഇതിനകത്തുണ്ട്. പിന്നെ പുട്ട് കുത്തി ഇറക്കാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റീലിൻ്റെ. ഇതൊന്നും ഒരിക്കലും നമ്മുടെ ക്യാബിൻ ലഗേജിൽ വരാനേ പാടില്ല. ഓക്കെ, സോറി, ക്യാബിൻ ലഗേജിന് വരാൻ പാടില്ല. ഇതിൻ്റെ ബോക്സ് കുറച്ച് വലുതാണ്. ചിലപ്പോൾ ഞാൻ ഇതിനകത്ത് വേറെ എന്തെങ്കിലും കുട്ടി നിറയ്ക്കും. ഇല്ല എന്നുണ്ടെങ്കിൽ ഈ പുട്ട് കുറ്റി മാത്രം എടുത്തിട്ട് അതിനകത്തും എന്തെങ്കിലുമൊക്കെ ഫിൽ ചെയ്തിട്ട് വെക്കും. ഇതെല്ലാം ചെക്കിങ്ങിലോട്ട് പോകേണ്ടതാണ്. ഓക്കെ, ശരി. ഇത് സ്ക്രോച്ച് ബൈറ്റിൻ്റെ ഒരു, അതായത് സ്പഞ്ച് ഇല്ലാത്ത സ്ക്രബ് ഉണ്ടല്ലോ, അതാണ്. നമുക്ക് എന്തെങ്കിലും വാഷ് ബേസിന് എന്തെങ്കിലുമൊക്കെ, അതായത് കിച്ചണിലുള്ള എന്തെങ്കിലും കഴുകണമെന്നുണ്ടെങ്കിൽ അതെടുക്കാം, അതിന് വേണ്ടി യൂസ് ചെയ്യാം. പിന്നെ സ്ക്രോച്ച് ബൈറ്റിൻ്റെ 3 പാക്കറ്റ് സ്പഞ്ചോട് കൂടെയുള്ള സ്ക്രബർ ഉണ്ട്. ഇത് അടിപൊളിയാണ്. സ്ക്രോച്ച് ബൈറ്റിൻ്റെ നല്ല സാധനമാണ്. ഇതിനകത്ത് ഈ രണ്ടുമായിട്ട് സെപ്പറേറ്റ് ആയി പോകത്തൊന്നുമില്ല. എപ്പോഴും യൂസ് ചെയ്ത് തീരുന്നത് അതൊരു എന്താ പറയുക, അതിൻ്റെ ഒരു ബേസ്റ്റ് ആയിട്ടുള്ളൊരു അവസ്ഥയിലേക്ക് വരുമ്പോൾ കൂടെ ഇത് രണ്ടും സെപ്പറേറ്റ് ആവത്തില്ല. ഭയങ്കര ബോണ്ടിങ് ആണ് ഇവരെ കൂടെ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് സ്ക്രോച്ച് ബൈറ്റ് ഞാൻ എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യും. അപ്പോൾ ഇത് ഞാൻ 3 വാങ്ങിച്ചിട്ടുള്ളത് 55 രൂപയാണ്. അതേപോലെ തന്നെ ഒരു 3 പിന്നെ വാങ്ങിച്ചിട്ടുണ്ട്. ടോട്ടൽ 6, അപ്പം 55. പിന്നെ ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ഈ ഒരു ചായ ഉണ്ടാക്കുന്നത്. ചിലപ്പോൾ ചായയല്ല, നമുക്ക് എന്തുകൊണ്ടെങ്കിലും ഉണ്ടാക്കാം. അപ്പോൾ ഇത് ഇതേപോലത്തെ എക്സാക്ട് സെയിം സാധനങ്ങൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഇവിടെ കിട്ടാൻ. കാരണം വെച്ചാൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ വന്നിട്ട് കുറച്ച് നല്ല കോസ്റ്റ്ലിയാണ് അവിടെ. നമുക്ക് ഇങ്ങനത്തെയൊക്കെ കൊണ്ടുപോകാൻ പറ്റാതെ നമ്മൾ ഡെയിലി വീട്ടിൽ യൂസ് ചെയ്യുന്നതാണ്. ചായ, വെള്ളം തിളപ്പിക്കാനും അത്യാവശ്യമുള്ള എല്ലാ സാധനങ്ങളും ഇതിനകത്ത് ചെയ്യുന്നതാണ്. അപ്പം ഇതൊരു നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള സാധനമാണ്. അപ്പം എല്ലാവരും ഇത് വാങ്ങിച്ചിട്ട് പോകാൻ നോക്കുക. ഓക്കെ, ഓൾറെഡി സോസ് പാൻ വാങ്ങിച്ചിട്ടുണ്ട്. സോസ് പാൻ എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ കറിയോ മറ്റുള്ള കാര്യങ്ങളൊക്കെ വയ്ക്കുമ്പോൾ അതിൽ തന്നെ എനിക്കിഷ്ടമല്ല
ഇതിൽ വേറെ ഒന്നും വയ്ക്കുന്നത്. ഇപ്പോൾ വെള്ളമോ ചായ അങ്ങനത്തെ പാൽ അങ്ങനത്തെ മാത്രമേ ഞാൻ ഇങ്ങനത്തെ ഒരു പാത്രത്തിൽ യൂസ് ചെയ്യുള്ളൂ. അപ്പം ഇത് ഒരു നല്ലൊരു സംഭവമാണ്. ഇതിൻ്റെ റേറ്റ് എനിക്കറിയില്ല. അപ്പോൾ ഇത് നമ്മുടെ ചെക്കിലോട്ട് ഇത് ഒരെണ്ണം. നല്ല സ്വെറ്റ് ഷർട്ട് ഉണ്ടല്ലോ, നമ്മൾ നിറ്റഡ് ആയിട്ടുള്ള മെറ്റീരിയൽ വരുന്നത്, അറ്റത്തിങ്ങനെ എനിക്കായിട്ട് ടർട്ടിൽ നെക്കായിട്ട് വരുന്ന സ്വെറ്റ് ഷർട്ടാണ് കേട്ടോ. ഇത് കുറച്ച് ലൂസായിട്ടുള്ളത് വാങ്ങിച്ചാണ്. ഇത് എവിടെ നിന്ന് ഞാൻ വാങ്ങിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പോത്തീസിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. പോത്തീസിൻ്റെ മെൻസിൻ്റെ സെക്ഷനിൽ വാങ്ങിച്ചാണ്. എനിക്ക് ചിലതൊക്കെ ഫിഗർ ഹൈക്കിംഗ് ഒന്നും അത്ര ഇഷ്ടമല്ല. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഞാൻ മെൻസിൻ്റെ സെക്ഷനിൽ പോയിട്ട് ഇപ്പോൾ ടീഷർട്ടൊക്കെ കാണുമ്പോൾ അവർക്ക് അങ്ങനെ ഷേപ്പൊന്നും ഇല്ലല്ലോ, നമുക്ക് ഇങ്ങനെയൊക്കെ വരുന്നത്. അപ്പോൾ അവർക്ക് ഷേപ്പൊന്നും ഇല്ലാത്തതുകൊണ്ട് നല്ല രസമാണ്, നല്ല സുഖമാണ് ഉണ്ടാകും. അപ്പോൾ അങ്ങനത്തെയൊക്കെ ഞാൻ മെൻസ് സെക്ഷനിൽ നിന്ന് എടുക്കുക. അപ്പോൾ ഞാൻ പോയിട്ട് അവിടെ നിന്ന് എടുത്തതാണ്. പെട്ടെന്ന് ഒരെണ്ണം കണ്ടു, അപ്പോൾ അതിൻ്റെ 2-3 കളർ എടുത്തു. അങ്ങനെയാണ് ഈ നേവി ബ്ലൂ എടുത്തത്, ക്രീം എടുത്തത്. ഓക്കെ. റേറ്റ് വന്നിട്ട് ഒറിജിനൽ പ്രൈസ് വന്നിട്ട് 1499 ആണ്. എനിക്ക് എനിക്ക് തന്നെ ഇവിടെ തന്നെ ഉണ്ട് 545. അതായത് പോത്തീസ് ഗാർമെൻറ്റ്സ് എന്ന് പറഞ്ഞിട്ട് അവരുടെ റേറ്റ് 545 ആണ്. 545 ഒരു 3 കിലോ ഇത് തന്നെയുണ്ട്. ഇനി പെട്ടെന്ന് അങ്ങോട്ട് കിലോ കൂടി വരും. നമ്മൾ 23 kg സ്റ്റോപ്പ് ചെയ്യുകയും ചെയ്യണം. അപ്പോൾ 23 kg അല്ല, ഇപ്പോൾ 23 ആണ് അതായത് നമ്മൾ ചെക്കിങ് ലഗേജ് എന്ന് പറയുന്നത് 23 kg ആണ്. അപ്പോൾ 23 kg എന്ന് പറയുമ്പോൾ നമ്മൾ 22 പോയിന്റ് സംതിങ്ങിൽ നിർത്തണം. വെയിങ് മെഷീൻ എപ്പോഴും റൂമിൽ തന്നെ വെക്കുക. പാക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരുവിധം പാക്ക് ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് നോക്കുക. അതിനുശേഷം അങ്ങോട്ടിടുമോ ഇങ്ങോട്ടിടുമോ മാറ്റിയിടുമോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറേ നടക്കും ഈ സമയത്ത്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ 22 പോയിന്റ് സംതിങ് അത്രയിൽ നിർത്തി കളയണം. ഒരിക്കലും 22.5ൻ്റെ മേളിൽ നമ്മൾ വെക്കരുത്. എന്തെങ്കിലും അത്യാവശ്യം നമുക്ക് എന്തെങ്കിലും ഒരു സാധനം കൂടെ ഒന്ന് വെക്കണം. ഇപ്പോൾ ഒരു 2-3 കവർ, ചെറിയൊരു കവർ എന്തെങ്കിലും സാധനങ്ങൾ വെക്കണമെന്നുണ്ടെങ്കിൽ അപ്പോൾ അങ്ങനെ കുറച്ച് സ്പേസ് വിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഉള്ളിൽ ജസ്റ്റ് ഒന്ന് സിബ് ഓപ്പൺ ചെയ്തിട്ട് വെക്കുകയും ചെയ്യാം. അതേപോലെ തന്നെ ഇത് ഡിജിറ്റൽ ആയതുകൊണ്ട് തന്നെ അവരുടെയും ഡിജിറ്റലാണ് എയർപോർട്ടിൽ. അപ്പോൾ എന്തെങ്കിലും ഒരു ഡിഫറൻസ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നല്ല കാശ് കൊടുക്കുന്നത് 7,000-8,000 രൂപയ്ക്ക് ഒറ്റയടിക്ക് പോയി കിട്ടും. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ. സോ 8 അഡീഷണൽ ട്രോളീസ് വരെ നമുക്ക് വാങ്ങിക്കാൻ പറ്റും. എമിറേറ്റ്സിൻ്റെ കാര്യമാണ് കേട്ടോ പറയുന്നത്. ഞാൻ എക്സ്ട്രാ 2 വാങ്ങിച്ചിട്ടുണ്ട്. 40,000 അടുത്തത്ര ആയിട്ടുണ്ട്. ഓക്കെ. ഇപ്പോൾ ക്യാബിന് വന്നിട്ട് 7 kg. ഒരു ഹാൻഡ് ബാഗ് ചെക്ക് ചെയ്യില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെയിറ്റ് ചെക്ക് ചെയ്യില്ല. സാധനങ്ങളൊക്കെ സൂക്ഷിച്ച് കണ്ട് വെക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഷാർപ്പായിട്ടുള്ള ഒന്നും വെക്കരുത്. അപ്പോൾ ചെക്കിനല്ല 23 അങ്ങനെ. ഓക്കെ. സോ 23 വരെ സാധനങ്ങൾ നിറയ്ക്കരുത് ഒരിക്കലും. അവരുടെ ഡിജിറ്റലാണ്, എപ്പോഴും അത് ഓർക്കുക. എന്തെങ്കിലും ഒരു ഇത് വന്നിട്ടുണ്ടെങ്കിൽ കാശ് നല്ലതങ്ങ് പോയി കിട്ടും. ഓക്കെ. അപ്പം അടുത്ത സാധനം നോക്കിയാലോ. ഇത് സാമ്പാർ പൗഡറാണ്. സാമ്പാർ പൗഡർ ഇത് എനിക്ക് തോന്നുന്നത് 100 ഗ്രാംസിൻ്റെ പെരിഞ്ജീരകമാണ്. ഫെനുഗ്രിക് അല്ല, ഫെനൽ സീഡ്സ്. അത് 50 ഗ്രാംസിൻ്റെ ആണ്. പിന്നെ ക്യുമിൻ സീഡ്സ്, നമ്മുടെ ജീരകം, നോർമൽ ജീരകം ഉണ്ടാവും, അത് വന്നിട്ട് 63 രൂപ 100 ഗ്രാം. ഇത് കാശ്മീരി ചില്ലി പൗഡർ ഇല്ലാതെ എങ്ങനെയല്ല. നമുക്ക് എന്തെങ്കിലും ഫ്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ എരിവ് കൂടുതൽ വേണ്ട, എന്നാൽ കളറും വേണം, നമുക്ക് നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും. അപ്പം കാശ്മീരി ചില്ലി പൗഡർ ഇല്ലാത്തൊരു കിച്ചൺ ഉണ്ടാവില്ല. അപ്പോൾ ഇത് 100 ഗ്രാംസിൻ്റെ ആണ്, 72 റുപ്പീസാണ് കേട്ടോ. പിക്കിൾ പൗഡറാണിത്, കിച്ചൺ ഫ്രഷേഴ്സിൻ്റെ 50 റുപ്പീസിൻ്റെ. മീറ്റ് മസാല 100 ഗ്രാംസിൻ്റെ. ചിക്കൻ മസാല 100 ഗ്രാംസ് 50 റുപ്പീസ്. ഗരം മസാല 100 ഗ്രാംസ് അല്ല, ഇത് 50 ഗ്രാംസ് ആണ്, 52 റുപ്പീസ്. ഇത് കാഷ്യൂനട്ട്സ് ആണ്, കുറച്ച് ഇത് എന്താ പറയുക, ഇതിനകത്ത് സിപ്ലോക്കിനകത്ത്. പിന്നെ ഉലുവയാണ്, കടുക്, കായത്തിൻ്റെ LG നല്ല ബ്രാൻഡാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതായിരിക്കും. ഇത് കായത്തിൻ്റെ ബാറാണ് കേട്ടോ. ബാറും ഉണ്ട്, ഇതിൻ്റെ പൗഡറും ഉണ്ട്. എനിക്ക് രണ്ടും പെട്ടെന്ന് ഏതാണോ എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലുള്ള കായത്തിന് നല്ല മണമായിരിക്കും. ഓക്കെ. ഇത് കിസ്മിസാണ് കേട്ടോ. ജസ്റ്റ് നോർമലായിട്ടുള്ളൊരു കവറിൽ തന്നെ ഇട്ട് കെട്ടി വെച്ചു. ഇത് കുറച്ച് ഏലക്ക, കാടമും, ഇത് നമ്മുടെ റൈസ് ഫ്ലേക്സ്, അവൽ, ഇത് 500 ഗ്രാമാണ് കേട്ടോ. ഇത് സിനമൺ സ്റ്റിക്ക്, അതും സിപ്ലോക്കിലാക്കി തന്നതാണ്. ഇത് ക്ലോവ്സ്, അതും സിപ്ലോക്കിലാക്കിയിട്ടാണ് തന്നത്. പിന്നെ ഇത് ആരോ റൂട്ടിൻ്റെ പൗഡറാണ്, സിപ്ലോക്കിലാക്കിയിട്ട് തന്നതാണ്. ഈ വൈറ്റ് കളർ പൗഡർ എടുക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. ഇത് ഞാൻ പേര് ഫ്രണ്ടിൽ എഴുതിയിട്ട് പോവാണ്. അപ്പം വൈറ്റ് കളർ പൗഡറൊക്കെ എടുക്കുമ്പോൾ വേറെ എന്തെങ്കിലും ആണെന്ന് വിചാരിച്ചിട്ട് പ്രശ്നമാവുമെന്ന് അറിയില്ല. അപ്പോൾ അത് നിങ്ങൾ എടുക്കാതിരിക്കാൻ നോക്കുക. ഓക്കെ. പിന്നെ ഞാൻ എന്തെങ്കിലും എഴുതി വെച്ചിട്ട് എടുക്കാമെന്ന് വിചാരിക്കുന്നു, നോക്കാം. ഇത് പെപ്പർ പൗഡറാണ്, കുറച്ച് സ്പൂണുകളാണ്.
നോക്കി നോക്കി അത്യാവശ്യം എനിക്ക് വേണ്ടതൊക്കെ എടുത്ത് വെച്ച് തന്നതാണ്. പിന്നെ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ്. ഇത് നമ്മുടെ പൊരിച്ച മീനൊക്കെ എടുക്കാൻ നല്ലതാണ്. ഇവിടെ ഞങ്ങൾ മൂകാംബികയിൽ പോയപ്പോൾ വാങ്ങിച്ചത് കേട്ടോ. 20 റുപ്പീസ് 20 റുപ്പീസ് 20 റുപ്പീസ്. അത്യാവശ്യം വലുതാണ്, നല്ല ഡിസൈനൊക്കെയാണ്. എനിക്ക് 20 റുപ്പീസിന് ഭയങ്കര ലാഭമാണ് കേട്ടോ. അപ്പോൾ എല്ലാം കൂടി 60 രൂപയ്ക്ക് കിട്ടി. നമുക്ക് എന്തെങ്കിലും സ്പൂണോ സ്പാച്ചുലാസ് ഇടാം, വേണമെന്നുണ്ടെങ്കിൽ പെന്നോ അങ്ങനത്തെ എന്തെങ്കിലും സ്റ്റേഷനറി സാധനങ്ങൾ അതും ഇടാം. അപ്പോൾ അതും എടുക്കുന്നുണ്ട്. ഇതിലൊക്കെ എന്തെങ്കിലും കുത്തി നിറച്ചിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. ഇത് ഇങ്ങനെ തന്നെ വെച്ച് കഴിഞ്ഞാൽ നടക്കില്ല കാര്യം. എന്തായാലും സ്പേസ് വേണ്ടവർ ഇതിനകത്ത് ഇത് നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്തിട്ട് കൊണ്ടുപോകാം. ഓക്കെ. പിന്നെ ഉള്ളത് ഇതാണ് കേട്ടോ. ഇതിൽ എല്ലാം ഹോം മെയ്ഡാണ് എക്സെപ്റ്റ് ദിസ്. ഇത് ഹണിയാണ്. ഞാൻ ഹണി ഡാബറിൻ്റെ ഹണിയെ സാധാരണ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഒരു ബോട്ടിൽ, അതായത് ഗ്ലാസ് ബോട്ടിലായിരുന്നു. അപ്പോൾ അത് ഞാൻ കൊണ്ടുപോകുന്നില്ല. അത് ഭയങ്കര പാടാണ്. എനിക്കത് ഞാൻ റാപ്പ് ചെയ്യാൻ നിൽക്കണം, ഭയങ്കര സേഫായിട്ട് സെക്യൂറായിട്ട് കൊണ്ടുപോകണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു അതിൻ്റെ കൂടെ കിട്ടിയത് ബൈ വൺ ഗെറ്റ് വൺ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു സ്ക്വീസിങ് ബോട്ടിലുണ്ട്. അപ്പോൾ എടുക്കാനൊക്കെ എളുപ്പമാണ്. ഇനി ഞാൻ ഹണി അവിടെ നിന്ന് വാങ്ങിച്ചാലും ഇതിനകത്ത് തന്നെ ഫില്ല് ചെയ്ത് ഇതെടുക്കാൻ എളുപ്പമാണ്. ഇത് ഒരു വാക്യൂം ചെയ്തിട്ട് വരുന്ന പോലെ ഇതങ്ങ് വാക്യൂം ചെയ്ത് ബാക്കിലോട്ട് പോകും. അതുകൊണ്ട് ഇതിൻ്റെ ഡ്രോപ്പൊന്നും പുറത്തേക്ക് വരിക, ഉറുമ്പ് വരിക അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും യൂസ് ചെയ്തിട്ടുണ്ട് ഇങ്ങനത്തെ. ഞാൻ ഓൾറെഡി ഇങ്ങനത്തെ വാങ്ങിച്ചിട്ടുണ്ട്. 2 ഇവിടെ വീട്ടിൽ വെച്ചു, ഒരെണ്ണം ഞാൻ എടുത്തു. അപ്പം ഇതിൽ ഓൾറെഡി ഹണി ഉള്ളതുകൊണ്ട് ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ബോട്ടിൽ മാത്രമേ എടുക്കത്തുള്ളായിരുന്നു. അവിടെ ചെന്ന് ഹണി വാങ്ങിച്ചതിൽ ഫില്ല് ചെയ്തിട്ടുള്ളായിരുന്നു. ഇത് വാങ്ങിച്ചപ്പോൾ എന്തായാലും ഹണി ഉള്ളതുകൊണ്ട് ഞാനിത് എടുക്കുന്നു. അപ്പോൾ ഇതെല്ലാം അമ്മയുടെ കൈ കൊണ്ട് ഉണ്ടാക്കി തന്ന സാധനങ്ങളാണ്. ഹെയർ ഓയിലും ഞങ്ങൾ വർഷങ്ങളായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഹെയർ ഓയിലും സോപ്പുമാണ് അമ്മ ഉണ്ടാക്കി തന്നത്. കണ്ടോ, ഞാൻ ഓൾറെഡി എൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, രാമച്ചം സോപ്പ് എന്ന് പറഞ്ഞിട്ട് ഇട്ടിട്ടുണ്ട്. പിന്നെ അമ്മ എനിക്ക് അതിന് മുമ്പ് എനിക്കൊന്ന് 3-4 വർഷം മുമ്പേ ഇട്ട് ഷോർട്ട് വീഡിയോ ഈ ഇടയ്ക്ക് എപ്പോഴും ഇട്ടതാണ്. അപ്പോൾ ഞാനത് ഓരോന്നായിട്ട് പെട്ടെന്ന് കാണിച്ചു തരാം. ഇതിൽ ഗ്രീൻ ഗ്രാമിൻ്റെ സോപ്പ്, ഓട്സിൻ്റെ സോപ്പ്, ഗോഡ് മിൽക്കിൻ്റെ സോപ്പ്, അങ്ങനത്തെ പല പല ഐറ്റംസ് ഉണ്ട്. ഷാംപൂ ബാർ വരെ ഉണ്ട്. നമ്മൾ ഷാംപൂ ഇതേപോലെ ബാറായിട്ട്, ഇതല്ല, ഇത് സോപ്പാണ്. ഇതൊരു സോപ്പാണ്. ലവിൻ്റെ ഷേപ്പിലുള്ള സോപ്പാണ്. ഇത് 2 ലെയറായിട്ട് വരുന്ന സോപ്പാണ്. ഇത് റെഡ് സാൻഡൽവുഡിൻ്റെ ആണ്. ഇത് രക്തചന്ദനത്തിൻ്റെ സോപ്പാണ്. ഇതും രക്തചന്ദനത്തിൻ്റെ സോപ്പാണ്. നീമിൻ്റെ സോപ്പാണ്. അപ്പോൾ പുറത്തൊക്കെ കൊടുക്കുന്നതാണ്, കടകളിലൊക്കെ കൊടുക്കുന്നതാണ്. പുറത്ത് ഒരുപാട് പേര് വാങ്ങിക്കുന്ന സോപ്പാണ്. അപ്പോൾ അത്യാവശ്യം ഉണ്ടാക്കിയതിനകത്ത് ബാക്കി വെച്ചത് കുറച്ച് ഞാനിങ്ങനെ എടുത്തുന്നേ ഉള്ളൂ. ഇത് ഷാംപൂ ബാർ. ഇതാണ് ഷാംപൂ ബാർ, ഞാൻ പറഞ്ഞ ഷാംപൂ ബാർ. കണ്ടോ, ഇത് കുളിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് സോപ്പ് പോലെ അതിനകത്ത് വയ്ക്കാം. ബോട്ടിലൊന്നും ആവശ്യമില്ല ഇതിന്. ഓക്കെ, അങ്ങനെ ഇതൊരു സോപ്പാണ് കേട്ടോ. രക്തചന്ദനത്തിൻ്റെ സോപ്പ് തന്നെയാണിത്. ആരും പറഞ്ഞിട്ട് ഉണ്ടാക്കിയപ്പോൾ കൂടുതലായപ്പോൾ എനിക്ക് കുറച്ചധികം രക്തചന്ദനത്തിൻ്റെ സോപ്പ് ബാക്കി വന്നു. അപ്പോൾ അതാണ് ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് മഞ്ഞളുടെ സോപ്പാണ്. ഇതും മഞ്ഞളുടെ സോപ്പാണ്. ഇത് രക്തചന്ദനത്തിൻ്റെ സോപ്പാണ്. അപ്പം നീമ രക്തചന്ദനം, ഓട്സ്, ഗോഡ് മിൽക്ക്, രാമച്ചം അങ്ങനത്തേൻ്റെയൊക്കെ സോപ്പാണ് കേട്ടോ. പിന്നെ ഇത് രണ്ടും അമ്മയുടെ ഹെയർ ഓയിലാണ്. 200 ml ആണ്. 200 ml, ഇത് 100 ml. അപ്പോൾ ഇത് നമ്മൾ ചെക്കിങ്ങിലോട്ട് പോകുന്നതാണ്.